നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചപ്പോൾ സന്തോഷത്തോടെയാണ് നാടതിനെ വരവേറ്റത്. വേഗത്തിൽ സംസ്ഥാനത്തിന്റെ രണ്ടറ്റത്തേക്കും സഞ്ചരിക്കാനുള്ള ഈ അവസരത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച കേരളത്തിലാണ് വന്ദേ ഭാരതിന് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളത്. വേഗതയുള്ളതും വൃത്തിയുള്ളതുമായ ട്രെയിൻ സർവീസിനായി ജനം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായിരുന്നു. ആ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ രണ്ടറ്റത്തേക്കുള്ള വന്ദേ ഭാരതിന്റെ മത്സരയോട്ടത്തിനിടയിൽ വലഞ്ഞുപോയത് സാധാരണക്കാരായ ട്രെയിൻ യാത്രികരാണ്. വന്ദേ ഭാരത് കടന്നു പോകുന്നതിനായി നിരവധി ട്രെയിനുകളാണ് വിവിധ ഇടങ്ങളിൽ പിടിച്ചിരുന്നത്. ഫലമോ ആ ട്രെയിനിലെ യാത്രികർ ജോലി സ്ഥലങ്ങളിലേക്കോ സ്കൂളുകളിലേക്കോ കോളേജിലേക്കോ കൃത്യസമയത്ത് എത്താനാകാതെ വലയുന്നു. എന്നാൽ ഇപ്പോൾ ബംഗളൂരുവിലേക്ക് ട്രെയിൻ മാർഗം പോകുന്ന മലയാളികൾക്ക് സന്തോഷ വാർത്തയായി കോയമ്പത്തൂർ ബംഗളൂരു വന്ദേ ഭാരതിന്റെ സമയമാറ്റം. മാർച്ച് 11 മുതൽ നിലവിൽ വരുന്ന പുതിയ ഷെഡ്യൂൾ പ്രകാരം മലയാളികൾക്ക് രാവിലെ പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്ക് എത്തി അവിടെ നിന്ന് വന്ദേ ഭാരതിൽ ബംഗളൂരുവിലേക്ക് പോകാനുള്ള അവസരം ഒരുങ്ങും. നിലവിൽ രാവിലെ 5 മണിക്ക് ആരംഭിച്ചിരുന്ന വന്ദേ ഭാരത് സർവീസ് ഇനി മുതൽ രാവിലെ 7:25 മാറ്റിയിരിക്കുന്നത്. റെയിൽവേ ബോർഡ് പുതിയ സമയക്രമം അംഗീകരിച്ചതായി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കും IT പ്രൊഫഷണലുകൾക്കും വ്യവസായികൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന സെമി ഹൈസ്പീഡ് സർവീസാണ് കോയമ്പത്തൂർ ബംഗളൂരു വന്ദേ ഭാരത്. എന്നാൽ ഇതിന്റെ സമയക്രമം തിരിച്ചടിയാകുന്നതായും യാത്രക്കാർ കുറയാൻ ഇടയാകുന്നെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രെയിനിന്റെ സമയക്രമം പുതുക്കി നിശ്ചയിച്ചത്. പുതിയ ഷെഡ്യൂൾ പാലക്കാടെയും സമീപ ജില്ലകളെയും മലയാളികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. പാലക്കാട് നിന്നും ഷൊർണൂരിൽ നിന്നും രാവിലെ ട്രെയിൻ കയറി കോയമ്പത്തൂരെത്തി അവിടെ നിന്ന് വന്ദേ ഭാരതിൽ കയറാൻ കഴിയും. രാവിലെ 5 മണിക്ക് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് 11:30 ബംഗളൂരുവിൽ എത്തുന്ന രീതിയിലാണ് നിലവിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. മാർച്ച് 11 മുതൽ ഇത് രാവിലെ 7:25 യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 ബംഗളൂരുവിൽ എത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുപ്പൂർ 8:03, ഈറോഡ് 8:42, സേലം 9:32, ധർമ്മപുരി 10:51, ഹൊസൂർ 12:03 എന്നീ സ്റ്റേഷനുകൾ പിന്നിട്ടാണ് 1:50 ബംഗളൂരുവിൽ എത്തിച്ചേരുക. ഉച്ചയ്ക്ക് 1:40 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 8 മണിക്ക് കോയമ്പത്തൂരിൽ എത്തിയിരുന്ന വന്ദേ ഭാരത് മാർച്ച് 11 തിങ്കളാഴ്ച മുതൽ 2:40 സർവീസ് ആരംഭിക്കുക. തുടർന്ന് ഹൊസൂരിൽ 3:10 എത്തിച്ചേരും. ധർമ്മപുരി 4:22, സേലം 5:57, ഈറോഡ് 6:47, തിരുപ്പൂർ 7:31 സ്റ്റേഷനുകൾ പിന്നിട്ട് 8:45 കോയമ്പത്തൂരിൽ എത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. റോഡ് മാർഗവും ട്രെയിൻ മാർഗവും കോയമ്പത്തൂരിലെത്തി അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് മലയാളികൾക്ക് വേഗത്തിലെത്താനുള്ള അവസരമാണ് സമയമാറ്റത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് പാലക്കാട് നിന്ന് പുറപ്പെടുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് 7:22 കോയമ്പത്തൂർ എത്തിച്ചേരുക. 7:25 വന്ദേ ഭാരത് സർവീസ്. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ചാൽ മാത്രമേ വന്ദേ ഭാരത് യാത്ര നടക്കുകയുള്ളൂ. രാത്രിയിൽ 8:45 വന്ദേ ഭാരത് കോയമ്പത്തൂർ എത്തിയാൽ പാലക്കാടേക്ക് 9:30 വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ വരാൻ കഴിയും.